നമ്മുടെ വീട്ടിൽ വെള്ളം കാണാനായി നമ്മൾ ചുമ്മാ ഒന്ന് പോവാട്ടോ. അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളാണ്. ഹലോ ഫ്രണ്ട്സ്, ഇപ്പം മഴയൊക്കെ അല്ലേ, അപ്പോൾ നമ്മളും വെള്ളം കാണാൻ അങ്ങനെ പോകാൻ കേട്ടോ. പിള്ളേർ സ്കൂളിൽ പോയേക്കാർന്ന്. പിള്ളേരപ്പോൾ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ട് നമ്മളും നമ്മുടെ അപ്പുറമുള്ള പിള്ളേരും എല്ലാവരും കൂടി രണ്ടോ പുഴ കാണാൻ പോകുന്നത്. പുഴ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി, അവിടെ തന്നെയാണ് കേട്ടോ. പുഴയുടെ അവിടെ റബ്ബറും കുടിയിലും അവിടെയൊക്കെ വെള്ളം കയറി. അപ്പോൾ നമ്മളതൊന്ന് കണ്ടിട്ട് വരാമല്ലോ എന്ന് എഴുതിയിട്ട് പോവാണെങ്കിൽ പിള്ളേർക്ക് ഒരു സന്തോഷമാണ്. മഴയത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കുടയൊക്കെ പിടിച്ച് അങ്ങനെ എല്ലാവരും കൂടി പോയിട്ടോ. ഓക്കെ, ഇങ്ങോട്ടൊക്കെ ഇതെന്നാ ഇതെവിടെ പോവാ? ആ, ഫോണിൻ്റെ ഉള്ളിലെത്തി. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളേ. എല്ലാവരും കൂടി അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. ഫൈസിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഫൈസിക്കാണെങ്കിൽ എന്തോരം ഫോണിലേക്ക് വർത്താനം പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഞാനതൊക്കെ ഇങ്ങനെ മ്യൂട്ടാക്കി. എല്ലാവരും കൂടി അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഓടി ഓടി അവിടെ എത്താത്ത എന്നാന്ന് ചോദിച്ചിട്ട് ഓടും എല്ലാവരും കൂടി. അങ്ങനെ വലിയ വണ്ടിയൊന്നും വരുന്ന വഴിയല്ല, എന്നാലും അത്യാവശ്യം വണ്ടിയൊക്കെ വരുന്ന റോഡ് തന്നെയാണ് കേട്ടോ. അല്ലോ വെള്ളം അങ്ങനെതാ റബ്ബറും കൂടി ഫുള്ള് കയറി കേട്ടോ. അല്ലോ ഇവിടെയൊക്കെ കയറി. നമ്മൾ ഇത്രയും വെള്ളമൊന്നും പ്രതീക്ഷിച്ചില്ലാണ് ചെന്ന് കണ്ടപ്പോൾ നമുക്ക് അല്ലോ ഇത് എന്തോരം വെള്ളമാണ്. പിന്നെ മഴ പെയ്യുമ്പോൾ നമുക്ക് ഇനി വെള്ളം കയറുമോ എന്നുള്ളൊരു പേടിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് മഴ അങ്ങ് നിന്ന് പെയ്താണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരുവേ. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, വെള്ളം അങ്ങനെ കാണാൻ പോയെങ്കിലും. നമ്മളവിടെ എത്തിയപ്പോഴേക്കും എന്താ അവരെല്ലാം മീനൊക്കെ പിടിച്ചിട്ട് വള്ളത്തിൽ വരാൻ കേട്ടോ. വള്ളം കണ്ടപ്പോൾ നല്ല രസമേ. ഇത് നമ്മുടെ റബ്ബറും തോട്ടത്തിൽ വെള്ളം കയറിയേക്കുന്നത് കേട്ടോ. പുഴ അങ്ങ് അറ്റത്താണേ. അപ്പം മഴ പെയ്തേനെ ഇവർ വള്ളത്തിൽ നിന്ന് ഇറങ്ങാറില്ല, ഇങ്ങനെ നടക്കും. നല്ല രസം. എന്താ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് പുഴയിലെ മീൻ കഴിക്കാനും. വള്ളം കണ്ടതിനിപ്പോൾ ഫൈസിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫൈസിയെ ചാടി കയറി വള്ളത്തിൽ. തക്കുവിന് ചെറിയൊരു പേടിയുണ്ട്, എന്നാലും തക്കും കൂടി കയറി കേട്ടോ. അവർ ആ റബ്ബറും കൂടിയിട്ട് ഇടയ്ക്കൂടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ടിങ്ങ് പോകുന്നേ. നല്ല രസമാണ് കാണാൻ തന്നെ. പിന്നെ ഇതിൻ്റെ നമ്മൾ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെയാണെന്നൊക്കെ. അപ്പോൾ ആ വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം കേട്ടോ. നല്ല രസമാണ് ആ വീഡിയോ കാണാൻ തന്നെ.
നമ്മൾ പോയിട്ട് വന്നപ്പോഴേക്കും നല്ല വിശപ്പായിരുന്നപ്പോഴേക്കും ഉമ്മയും അപ്പയും ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അങ്ങോട്ട് കഴിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നേ. അപ്പോൾ അതാ നമ്മുടെ ചെറിയൊരു വ്ളോഗ് ഇത്രയുള്ളൂ. ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.